ഞാനൊന്ന് എടുത്ത് കാണിക്കാം കയ്യിൽ. ഓലക്കുടിയൻ മീനിന്റെ 1/2 kg മുട്ടയായിട്ടുള്ളത് വാങ്ങിച്ചുകൊണ്ട് വന്നതാ. അപ്പൊ നേരത്തെ ഒരു 2 വർഷം മുമ്പുള്ള വീഡിയോയില് ഇതുപോലത്തെ ഒരു മുട്ട വാങ്ങിച്ച് നമ്മൾ പൊരിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ഇന്നും അതൊന്ന് ചെയ്യാന്ന് കരുതി. ഇത് 1/2 kg ആട്ടോ, കട്ട് ചെയ്ത് മേടിച്ചതാണെന്നാ എന്നോട് പറഞ്ഞത്. അപ്പൊ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് ക്ലീൻ ചെയ്യൽ ഇച്ചിരി ഭയങ്കര പങ്കപ്പാട് പിടിച്ച പണിയാണ്. അതായത് ഈ വലിയ മുട്ടയായതുകൊണ്ടേ ഇതിങ്ങനെ നൂല് പോലെയുള്ള ഈ ഭാഗം ഇല്ലേ, ഈ ഭാഗം ഇങ്ങനെ പതുക്കെ പതുക്കെ കത്തി കൊണ്ട് എടുത്താൽ ചിലപ്പോൾ പൊട്ടി മെനകേടാവും, അപ്പടി അലമ്പാവും. അത് മുട്ടയുടെ മുട്ടയുടെ പുറമേയുള്ള പ്രതലം, അതിനകത്താണ് മുട്ട ഇങ്ങനെ ഇരിക്കണത്. അപ്പൊ ആ സാധനം ആദ്യം ഇങ്ങനെ തൊലി പൊളിച്ചെടുക്കണം. ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് പോകുന്ന അവര് പറയണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല, അല്ലാതെ തന്നെ പോകുന്നുണ്ട്. അതല്ല, ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. കൂടുതൽ സമയം കിടന്നു കഴിഞ്ഞാൽ അത് വെന്തു പോകും. അപ്പം അത് ശരിയാവില്ല. ഞാൻ നോക്കിയപ്പോൾ വെള്ളത്തിലിട്ടപ്പോൾ ഇത് പൊളിഞ്ഞു പോകാനുണ്ട്. അപ്പം പിന്നെ അത് നല്ലതാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലും ഇതിനെപ്പറ്റി ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നേരെ കേട്ടോ. ഈ വലിയ മുട്ട ഇങ്ങനെ കൈകാര്യം ചെയ്യലില്ലാത്ത കൊണ്ടേ സാധാരണ മീനിൽ കുഞ്ഞു മുട്ടയല്ലേ കാണാറ്. ഈ മീനിൽ ഉള്ള കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ മേടിച്ചപ്പോഴും ഇങ്ങനെ ഫിഷ് സ്റ്റോളിൽ ചെന്നപ്പോൾ അപ്പം ഇങ്ങനെ ഒലക്കുടിയൻ്റെ മുട്ടയായിരിക്കണമെന്നും പറഞ്ഞ് 1 kg, അന്ന് 1 kg ആയിരുന്നു തോന്നണത് മേടിച്ചോളൂ. ഞാൻ മറന്നു പോയിട്ട് എന്തോരാന്ന്. അത് നമ്മുടെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഉണ്ട്. പ്ലേലിസ്റ്റിൽ നോക്കിയാൽ കാണാം മീൻ മുട്ട പൊരിച്ചത്. നമുക്കിങ്ങനെ പൊളിച്ച് മാറ്റണം ഈ സാധനം. ഞാൻ എന്നിട്ടത് അത് കത്തി കൊണ്ടങ്ങ് കട്ട് ചെയ്ത്, അല്ലാതെ ഇത് നടക്കൂല, ഇത്രയും വലുതല്ലേ. നമുക്ക് കാണിക്കാം. ഓരോരോ അത്ഭുതങ്ങളെ. ഇത്രയും വലിയ മുട്ട കിട്ടണമെങ്കിൽ ആ മീൻ എന്തോരം വലുതായിരിക്കണം. പിന്നെ എനിക്കൊരു വ്യക്തിപരമായി എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയും വലിയ മുട്ടേനേക്കാളും മീനിൻ്റെ മുട്ടയ്ക്ക് ടേസ്റ്റ് ചെറിയ മുട്ടയ്ക്ക് തന്നെ. ചെറിയ മുട്ട നല്ല തരുതരൂന്ന് നല്ല ടേസ്റ്റിയാണ്. വലിയ മുട്ട കാണുമ്പോൾ നമ്മൾ കരുതും വലിയ മീനിൻ്റെ ടേസ്റ്റ് പോലെ അതിനായിരിക്കും ടേസ്റ്റ് കൂടുതലെന്ന്. പക്ഷേ ടേസ്റ്റ് ശരിക്കും ചെറിയ മുട്ടയ്ക്ക് തന്നെയാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ മത്തിയുടെയൊക്കെ മുട്ട എന്ത് രുചിയാ, നല്ല രുചിയല്ലേ അത് പൊരിച്ചു കഴിഞ്ഞാൽ. ഇത് അത്രയ്ക്ക് ടേസ്റ്റി ഒന്നുമല്ല. പണ്ട് മീൻ വറക്കുമ്പോൾ മുട്ട മാത്രമായിട്ട് എടുത്ത് ഉറക്കുമായിരുന്നു സൈഡിലിട്ടതിൻ്റെ. മുട്ടയുടെ പ്രിപ്പറേഷനും അതിന്റെ ക്ലീനിങ്ങും ഒരു പ്രത്യേകതയുണ്ട് അല്ലേ. അത് വലിയ മുട്ടയായിട്ടാ വെച്ചേ. ചെറിയ മുട്ടയാണെങ്കിൽ കുഴപ്പമില്ല. മുറിച്ചാണ് അമ്മ ഇടുന്നത്, അല്ലാതെ പറ്റൂല ഇത്. എന്നിട്ട് ഉപ്പിട്ട് കഴുകിയെടുക്കാം. മുഴുവത്തോടെ കഴുകിയാലും അഴുക്ക് ഈ ഉളുമ്പ് ചൊവയുണ്ടാവും. പിന്നെ ഒരു ഫാൻസിയാണ് അല്ലേ. പിന്നെ ഇത് ചെയ്യാൻ അറിയാവുന്നവർക്ക് നന്നായിട്ട് ക്ലീനിങ് നന്നായിട്ട് അറിയാൻ പറ്റും. നമുക്ക് അങ്ങനെ ഒരുപാട് അതിനെപ്പറ്റി വലിയ മുട്ടകൾ കൈകാര്യം ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് അവരോട് ചോദിച്ചതനുസരിച്ച് ഞാൻ ചൂടുവെള്ളത്തിലൊന്നും പക്ഷേ ഇട്ടില്ല. വെള്ളത്തിലല്ലാതെ ഇട്ടപ്പോൾ തന്നെ ഒരുവിധം ഇങ്ങനെ പോകുന്നു. അതുകൊണ്ട് ചൂടുവെള്ളത്തിലേക്ക് നോക്കിയില്ല പണി. അല്ല, ഉപ്പിട്ട് ഒരു പ്രാവശ്യം, അത് കഴിഞ്ഞ് വീണ്ടും അലമ്പി ഇഷ്ടം പോലെ കഴുകിയെടുക്കുക ഉളുമ്പ് പോകുന്നവരെ. അല്ലെങ്കിൽ ഭയങ്കര ഉളുമ്പാണ് മീനും ഇറച്ചിയും. മീനിന് പ്രത്യേകിച്ച്, ഇറച്ചിക്കുണ്ട്. മെയിനായിട്ട് കഴുകിയില്ലെങ്കിൽ ചിലയിടത്തൊന്നും ഇറച്ചി കഴിക്കുമ്പോൾ മുഷിക്കുമാൻ തോന്നാറില്ലേ സദ്യകൾക്ക്, പ്രത്യേകിച്ച് സദ്യകൾക്ക് അല്ലേ. എത്ര സ്ഥലത്ത് നമ്മൾ കഴിക്കാതിരുന്നിട്ടുണ്ട്. അങ്ങനെ ഈ പരുവത്തിലായി, പ്രോപ്പർലി ക്ലീൻഡായി. വെള്ളം ഉണ്ട് കേട്ടോ അതിനകത്ത്. വെള്ളം ഒരുപാടുണ്ട്. ഇനിയിപ്പോൾ വേവിക്കാൻ നേരത്തെ നിങ്ങളെ കാണിച്ചു തരാം. ഇനി കുറേ വേറെ പരിപാടികൾ പിന്നാമ്പറം നടക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. ഞാൻ അത് വെള്ളം പിഴിഞ്ഞെടുക്കണം നമുക്ക് വേവിക്കാൻ നേരത്തെ. ഉപ്പൊക്കെ ഇട്ട് കഴുകി എല്ലാ ഉളുമ്പുകളും കളഞ്ഞു വെച്ചിരിക്കുന്ന രംഗമാണ്. ഇനി ബാക്കി പരിപാടികൾ ചെയ്യട്ടെ കേട്ടോ. ഓക്കെ. അതെ, വെള്ളമൊക്കെ കുറച്ച് കളഞ്ഞു. കുറച്ച് വെള്ളം അതിലുണ്ട്, അത് വേവാൻ ആവശ്യം വേണ്ട. അപ്പൊ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പ് തിരുമ്മി. ഇനി
എരിവും മുളക് പൊടി കുറച്ചേ ചേർക്കണുള്ളൂ, കാരണം പച്ചമുളക് ഒരെണ്ണം ഓൾറെഡി ചേർക്കണുണ്ട്. പിന്നെ എരിവ് അധികം വേണ്ടാത്തത് കൊണ്ടാണ് കേട്ടോ കുറച്ച് ചേർക്കണത്. ഇതെല്ലാം കൂടെ ചേർത്തങ്ങ് തിരുമാൻ കൈ കൊണ്ടാണ്. എന്നിട്ട് ചിൻചട്ടിയിലിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. മഞ്ഞൾപ്പൊടി മസ്റ്റായിട്ട് ചേർക്കണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ വയറിന് ഏനക്കേട് ഉണ്ടാക്കണതൊക്കെ ഉണ്ടെങ്കിൽ മഞ്ഞൾ ശരിക്കും ഔഷധ ഗുണമുള്ളതല്ലേ. ചുവന്നുള്ളിയാണ് ചേർക്കേണ്ടത്, പക്ഷെ അത് അരിഞ്ഞെടുക്കാനുള്ള മടി കൊണ്ട് ഒരു മുഴുത്ത സവോള അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചേന്തി ഇട്ടിട്ടുണ്ട്. അത് കടിക്കാതിരിക്കാനാണ് ഇച്ചിരി വലുപ്പത്തിൽ ചേന്തി ഇട്ട്, അങ്ങനെ കാണുമ്പോൾ അറിയാലോ പച്ചനിറം. ഇഞ്ചി, ആവശ്യത്തിനുള്ള തേങ്ങ. ഇനി മൊത്തം ഇതിലേക്ക് ആഡ് ചെയ്യുക കേട്ടോ. തേങ്ങ ഇച്ചിരി കൂടുതലാണെന്ന് ഡൗട്ട് ഉണ്ടോ നോക്കട്ടെ. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇത് വേണ്ട, ഇത് മതി, ഇതാ പാകം. അല്ലെങ്കിൽ കൂടുതൽ തേങ്ങയുടെ ടേസ്റ്റ് ആയി പോകും, തേങ്ങാപ്പീര ആയി പോകൂല്ലേ. ഇത് മതി. ഉപ്പ് ഓൾറെഡി ചേർത്തത് കൊണ്ടാണ് ഉപ്പ് ചേർക്കാത്തത്. ഉപ്പിട്ട് കഴുകി നീറ്റാക്കി പല ആവർത്തി സാധാരണ വെള്ളത്തിൽ കഴുകിച്ച് ഉപ്പിട്ട് വെച്ചിരുന്ന സാധനമാണ് കേട്ടോ ഇത്. ആ തേങ്ങ അധികം ഇല്ല അല്ലേ? ഇല്ല, അത് മിക്സായി പോകുമല്ലോ. ഇതിരിക്കട്ടെ ഏതായാലും, അല്ലെങ്കിൽ ഒട്ടും ഇല്ലാതെ പോയാൽ അതും പറ്റൂല. ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, ഒതുക്കലോ പറക്കലോ ഒന്നുമില്ല. ഡയറക്റ്റ് തവയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിട്ട് പൊരിച്ചെടുക്കണം. ചിക്കൻ പൊരിച്ചെടുക്കണം മുട്ട പൊരിക്കുമ്പോൾ. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് എത്ര വേണമെങ്കിലും എരിവ് ചേർക്കാം. ഞങ്ങൾക്ക് എരിവ് വളരെ കുറവായതുകൊണ്ട് മാത്രം ഞങ്ങൾ എരിവ് മുളക് പൊടി കുറച്ച് ചേർത്തേക്കണം. നോക്കട്ടെ കേട്ടോ. ഇപ്പൊക്കെ ഉണ്ട്. വെളുത്ത തവ, വെള്ളയാണ്. അമ്മക്ക് ഈ വെളുത്ത തവകള് ഭയങ്കര ഇഷ്ടമാണ്, ഫേവറേറ്റാ. നമ്മള് ഇപ്പൊ ഫാനിന്റെ സംഭവം മേടിച്ചതിന് ശേഷം, ഈ സ്റ്റാൻഡ് മേടിച്ചതിന് ശേഷം സ്റ്റാൻഡിലാണ് സ്ഥിരം പാത്രം വെച്ച പരിപാടികൾ നടത്തണത്. ഇനിയിപ്പോ വേനലിന്റെ കാഠിന്യം പോയി കഴിഞ്ഞാൽ നമുക്ക് ഫാൻ ഓഫ് ചെയ്ത് തുടങ്ങാം. ഇപ്പൊ കാഠിന്യാണ്, മഴ പെയ്തെങ്കിലും ചൂടുണ്ട്. നിങ്ങളുടെയൊക്കെ നാട്ടിലേക്ക് മഴ കിട്ടി എല്ലാവർക്കും ഒക്കെ തണുപ്പായോ? വേനൽ മഴ പെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു തണുപ്പ് കിട്ടും, മഴയുടെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ചൂടാവും. കാലവർഷം വന്നാലേ ശരിക്ക് തണുപ്പായി കിട്ടുള്ളൂ അല്ലേ? ഇപ്പൊ എല്ലാരും ഒക്കെ 12:30 ഉച്ചപരിപാടി ആയിരിക്കും. ഞങ്ങളിനി പല ഷൂട്ടുകൾ ഉള്ളത് കൊണ്ട് പതുക്കെ ഓരോന്ന്. അപ്പൊ ഉച്ചയ്ക്ക് ഞങ്ങളുടെ ഒരു ബന്ധുവിന്റെ വീട്ടിലൊരു പരിപാടി ഉള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് അവിടെ നിന്നാണ് ഭക്ഷണം. ഞങ്ങൾ രണ്ടുപേരും വന്നു ഇവിടെ ഉച്ചഭക്ഷണത്തിനുള്ളൂ. അപ്പൊ അവിടെ പോയേക്കോ നെല്ലിയമ്മന്റെ അതിന് പോയേക്കോ. കടുക് പൊട്ടിച്ച് നല്ലത്. വലിയ ഇല്ല ഇതിന്. വേപ്പിലിടാൻ പറഞ്ഞത്, വേപ്പിലിടണം കേട്ടോ. വേപ്പിലിട്ടിട്ടുണ്ടല്ലോ. മുളകാണ്, പച്ചമുളക് ഒരെണ്ണം ചെയ്ത് കിട്ടാം. ഞാൻ പറഞ്ഞു വെച്ച് വലുതാക്കിയ പച്ചമുളക് അരിഞ്ഞിട്ട, കാരണം ഈ കടിക്കും അല്ലെ ഇവിടെ എരിവ് കടിച്ചാൽ വലിയ വിഷയമാണ് ഞങ്ങൾക്ക് 3 പേർക്കും. അത് കാരണം ഞാൻ ഇത് വലുതാക്കി ഇട്ടത്. കാന്താരിമുളകാണെങ്കിൽ പഴുത്ത കാന്താരിമുളക് പിളർന്നിട്ട് അറിയായിരുന്നു കളറല്ലേ. ഇപ്പൊ കാന്താരി ഇനിയിപ്പോ മുളകായി വന്ന മഴയൊക്കെ പെയ്തുകൊണ്ട് കാന്താരിക്ക് ഉണർവായിക്കോളും. ഇനി അവിടെ കിടന്ന് വേവണം. ഇച്ചിരി വേപ്പില കൂടെ ഇട്ടേക്കാം, എന്നിട്ട് മൂടിപ്പത്തി വെക്കാം കേട്ടോ. വേപ്പില. ഇനി നമുക്ക് ഒന്ന് ഇളക്കാം, എന്നിട്ട് അടച്ചു വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വിടണം. ഉണ്ടോ വെള്ളമൊക്കെ അങ്ങനെ വറ്റി വരും. അതിൽ വെള്ളം വറ്റി വന്നു കഴിയുമ്പോൾ ശരിക്കും ഓൾറെഡി സാധനം വേവും. ഡ്രൈ മൂടുവാണേ. ഇനി വേകുമ്പോൾ കാണിച്ചു തരാം, വെന്ത് കഴിയുമ്പോൾ. അമ്മ എന്നെ ഇങ്ങനെ അടുക്കി കൂട്ടി വെക്കണം. സിമെന്റ് വരത്തം പോലെ ചാന്തിടുക. ഇരുന്ന് വേവട്ടേന്ന് കരുതിയ കേട്ടോ. ഏതാണ്ട് 3/4 വേവായി. അങ്ങനെ നമ്മുടെ മീൻ മുട്ട വേവായിരിക്കുന്നു. ഗ്യാസ് ഓഫ് ചെയ്യാൻ പോകുന്നു. അതിനുശേഷം ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റിംഗ് ടൈം. ഉപ്പ് ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത്. എരിവ് കുറവാണ് ഞങ്ങൾക്കത്, അത് മതി.
ഇഞ്ചിയുടെ ടേസ്റ്റൊക്കെ ഉണ്ട്. ഞാൻ പകുതി വെന്തപ്പോൾ ഒന്ന് നോക്കിയായിരുന്നു. ഉപ്പ് പാകാന്ന് എനിക്ക് തോന്നണം. നോക്കാം, വേണമെങ്കിൽ തളിച്ചു കൊടുക്കാം കേട്ടോ. അതെ. ദേ. അമ്മ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. പാകാം. ഇഞ്ചിയുണ്ട്. സ്പൂണിൽ പോയി തരാം. അല്ലെങ്കിൽ എന്നാ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിന് ചൂടുണ്ട. ഈ കട്ട പോലെ ഇരിക്കുന്നത് ഇങ്ങനെ അത്രയും വലിയ മുട്ടയായതുകൊണ്ട് തരിതരുവായിട്ട് മൊത്തം അത് അടർത്തി എടുക്കാൻ പറ്റൂല. അതുകൊണ്ട് പീസായിട്ട് മുറിച്ചിട്ടേക്കണത് കൊണ്ടാണ് കട്ടയായിട്ട് കിടക്കുന്നത്. കൊച്ചു മീനിന്റെ മുട്ടയാണെങ്കിൽ കംപ്ലീറ്റ് ഇതുപോലെ തരിതരൂന്ന് കിടക്കും കേട്ടോ. അത് തരിതരൂന്ന് എത്ര നോക്കിയാലും അത് അങ്ങനെ ആയി കിട്ടൂല. ഞാൻ അത് കട്ട് ചെയ്തെടുക്കാനൊന്നും അത്ര എക്സ്പേർട്ട് അല്ല. വലിയ മീനിന്റെ മുട്ട അങ്ങനെ ചെയ്യാറില്ല. രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പം ചെയ്യണത് നമ്മൾ. ആകെ ചെറിയ മീനിന്റെ ആകുമ്പോൾ ചെറിയ ഇതില്ലേ തരിതരൂന്നിങ്ങി പോന്നോളും. ദേ നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ എങ്ങനെയാണ് നിന്റെ അഭിപ്രായം എന്നിട്ട് പറഞ്ഞേരെ. ഈ ഇന്നുണ്ടാക്കിയതിൻ്റെ നേരത്തെ നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ്. ടേസ്റ്റ് ചെയ്തേച്ച് പറഞ്ഞേരെ. ചൂടുണ്ടോ കേട്ടോ നോക്കിയേ. മീൻ മുട്ട ഈസ് ഓൾവേസ് ടേസ്റ്റിയാണ്. ചെറിയ മീനിന്റെ മുട്ടയാണ് ഇച്ചിരൂടെ നല്ലത്. ഇഞ്ചി വെച്ച് പടം എടുക്കണമെങ്കിൽ കഴിച്ചു നോക്കാം. മീൻ മുട്ട ഈസ് ഓൾവേസ് ടേസ്റ്റി. അടിപൊളിയാ. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. ആ ഇഞ്ചിയുടെ ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് വരുന്നുണ്ട്. നല്ല രസം കഴിക്കാനായിട്ട്. ബാക്കി ചോറ് ഇടുമ്പോ പറയാട്ടോ. മുട്ട അപ്പക്ക് മീൻ മുട്ട വേണോ? അല്ല, അപ്പക്ക് വെച്ചേക്കാം. അവിടെ കുടിവെള്ളം അവിടെ ഉണ്ട്. അപ്പക്ക് കുടിവെള്ളം അവിടെ ഇരിപ്പുണ്ട്. എനിക്കത് മതി. അമ്മ കുറച്ച് എടുത്തോളല്ലോ. അമ്മ ഇതൊന്നും അധികം കഴിക്കൊന്നുമില്ല. എല്ലാത്തിനും ലിമിറ്റേഷൻസ് ഉണ്ടോ? അതല്ല, ചെറിയ മീനിന്റെ മുട്ട എനിക്ക് ഇച്ചിരിയോടെ ഇഷ്ടം. അതുകൊണ്ടാണ് മീൻ കറി എടുത്തോളാം. ഇച്ചിരി ചാറ് ഒഴിക്കട്ടെ. മോമ്പഴത്തിന്റെ പോരെ. ഞാൻ ഫിഷ് തല എടുക്കണം. നമ്മുടെ മീൻ മുട്ട ഇത് വെളുത്ത നിറമല്ല കേട്ടോ, ഒരു ലൈറ്റ് യെല്ലോയിഷ് കളറാണ്. ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റ് കൊണ്ട് അങ്ങനെ തോന്നണതാ. മീൻ മുട്ട കൂട്ടിയാണ് നമ്മുടെ ഇന്നത്തെ ചോറൂണ്. അതെ. നല്ല രസം.